ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കാലം ദൈവം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പോൾ ദൈവം യേശുക്രിസ്തു നമ്മളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകത്തിലെ ലോകമനുഷ്യർ നമ്മളെ പകയ്ക്കുവാനിടയായിത്തീരുന്നു. എന്തുകൊണ്ടാണ് ലോകമനുഷ്യർ ദൈവമക്കളെ പകയ്ക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം യേശുക്രിസ്തു നമ്മളെ ലോകത്തിൽ നിന്ന്, ലോക ചിന്തകളിൽ നിന്ന്, ലോകത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്ത് തൻ്റേതാക്കി മാറ്റി ആയതുകൊണ്ട് ലോകമനുഷ്യർ നമ്മളെ പകയ്ക്കുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. പിന്നെ അവിടെ പറയാണ് ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും. അപ്പോൾ യേശുക്രിസ്തുവിനെ ലോകം ഉപദ്രവിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് തീർച്ചയായിട്ടും ഉപദ്രവം ഉണ്ടാകും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്. എൻ്റെ വചനം പ്രമാണിച്ച് എങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായതുകൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെ നിങ്ങളോട് ചെയ്യും. അപ്പം യേശുക്രിസ്തുവിനെ അയച്ചത് ആരാണെന്ന് അവർക്ക് അറിവില്ല. ആയതുകൊണ്ട് അവർ യേശുവിനെ പകച്ചു. യേശുവിനെ ഫോളോ ചെയ്യുന്ന നമ്മെയും പകയ്ക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. എൻ്റെ നാമനിമിത്തം ഇതൊക്കെ നിങ്ങളോട് ചെയ്യും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. നോക്കിക്കേ, അപ്പോൾ യേശുവിനെ പകച്ചത് പാപമാണ്. യേശുവിൻ്റെ ഫോളോവേഴ്സിനെ പകയ്ക്കുന്നതും പാപമാണ് എന്നവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പം അവർക്ക് പാപം ഇല്ലായിരുന്നു. യേശു വന്ന് ഇവരോട് സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. ഇപ്പോഴും അവരുടെ പാപത്തിന് ഒഴിവ് കഴിവുകളില്ല എന്ന് വെച്ചാൽ ആ പാപത്തിന് മോചനമില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കളെ പകയ്ക്കുന്നവരുടെ പകയ്ക്കുന്നത് പാപമാണ്. ആ പാപത്തിന് ഒഴിവുകഴിവുകളില്ല എന്നവിടെ എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിന് മോചനമില്ല എന്ന്. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെ പകയ്ക്കുന്നു. യേശുവിനെ പകയ്ക്കുന്നവൻ പിതാവിനെ പകയ്ക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെ പകയ്ക്കുന്നവൻ യേശുവിനെ പകയ്ക്കുന്നു, യേശുവിനെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ യേശുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടു. അതുകൊണ്ട് പിതാവിനെയും പുത്രനെയും ലോകമനുഷ്യർ പകച്ചു എന്നെഴുതിയിരിക്കുന്നു. അവരുടെ പാപത്തിന് ഒഴിവുകളില്ല, മോചനമില്ല, അവരുടെ പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കുന്നത് മൂലം നാം ക്രിസ്തുവിനെ വിട്ടു പോകുവാൻ ഇടയായി തീരാതെ ക്രിസ്തുവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ പകച്ചവർ ദൈവത്തിൻ്റെ മക്കളെയും പകയ്ക്കുന്നു.
അതുകൊണ്ട് ലോകമനുഷ്യർ ദൈവമക്കളെ എന്തുകൊണ്ടാണ് വായിക്കുന്നത്? ദൈവവചനം അനുസരിച്ച് സത്യത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട്, സത്യം മനുഷ്യരെ സ്വതന്ത്രമാക്കുന്നതുകൊണ്ട് ലോകമനുഷ്യർ ദൈവത്തിൻ്റെ മക്കളെ പകയ്ക്കുന്നു. ആയതിനാൽ നാം ദൈവമക്കൾ ദൈവത്തിൻ്റെ വേലയിൽ നിന്ന് പിന്മാറാതെ ദൈവത്തിൻ്റെ വേലയിൽ മുന്നേറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ലോകമനുഷ്യരുടെ പാപത്തിന് പരിഹാരമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവർ ചെയ്യുന്ന പാപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാപത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നിടത്തോളം പ്രയത്നിക്കാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.